ഓക്കെ ഷിൻഷാ, ഇന്ന് ഡിന്നറിന് നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം. നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചാൽ ഏതായാലും കോളാക്കും. അമ്മ വെറുതെ എന്തിന്റെ പ്രശ്നം ഉണ്ടാക്കണ? നിങ്ങളെ പൈസ തന്നോളി, ഞാൻ പുറത്ത് പോയി തിന്നോണ്ട്. ഇവനെ കൊണ്ട് വേഗത്തിൽ ഓടാൻ കഴിയും, അതുകൊണ്ടാണ് ഇവൻ ചീറ്റപ്പുലിയുടെ ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നത്. ഇവന്റെ മറ്റേ പേര് ചീത്ത. ഹലോ, ഹായ്. ഇവനക്ക് ക്യാപ്റ്റൻ എന്ന പേരിൽ അർത്ഥം അറിയില്ല തോന്നുന്നു. ഇവനൊക്കെ എന്താ അറിയുമ്പോ തന്നെ തോപ്പിച്ചു. നീ എന്താടാ ചെയ്യണേ? ചീറ്റപ്പുലിക്ക് പാല് വേണ്ടേ? വെറുപ്പിക്കല്ല, നീ എന്നെ കളിയാക്കല്ല. നീ എന്തത് ചീറ്റപ്പുലിന്റെ വാൽ തൊട്ടപ്പോ തൊള്ളടങ്ങാതെ വർത്തനം പറയണത്? ആര് ജയിച്ചാലെന്താ, ഉറപ്പായി ഒരാൾ തോക്കാൻ തന്നെ പോണേ. തോക്കാൻ പോണോന്റെ വർത്താനം നോക്കിയാ വാലില്ലാത്ത ചീറ്റപ്പുലിക്ക് തൊള്ള കൂട്ടി നിക്കണം. നിങ്ങൾ എന്താ ചെയ്യണേ? ഇത് ഒരു സ്പെഷ്യൽ ആണ് ഡിഷ്. ഇതിന്റെ പേര് മീസ് വെജിറ്റബിൾ റൈസ് എന്ന് പറയും. ഓഹോ, ഇന്ന് അച്ഛനാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ഏതായാലും കക്കൂസിൽ പോണ്ടേരും. അടിപൊളി. അച്ഛ, അമ്മ നിങ്ങളെ കൊറേ ചീത്തറിഞ്ഞോ? വിരല് പോയി. എന്തിനാ ഹൗസില്ലാത്ത നടന്ന കാര്യമൊക്കെ ഓർമ്മിച്ചറിഞ്ഞ ഷിൻഷാൻ? മറന്നുകണോ കരുതി? നമ്മൾ പെട്ടെന്ന് എന്തേലും ചെയ്യണം. ഇത്ര വലുപ്പല്ല കൂറാച്ചിട്ട് എവിടുന്ന് വന്നേക്കും? എന്താ അമ്മ, ഞാനാണ്. ഓക്കെ അമ്മ, ഞാൻ പിടിക്കോ. എന്താ വാങ്ങണ്ടേന്ന് ചോദിച്ചാദ്യാ പോണേ ഷിൻഷാൻ. വേറെന്തമ്മ, തിന്നാല ചോക്ലേറ്റും കളിച്ചാലോ ബൊമ്മ കുട്ടികൾ ഇതൊക്കെ വാങ്ങിട്ട് വാങ്ങിക്കാം. അമ്മ ഏത് സൂപ്പ് തന്നെയാണത്? ഏതാ ശരീരത്തിൽ ഒട്ടും ഒട്ടൂല നിനക്കറിയിട്ടോ ഷിൻഷാൻ? എന്നാ നിങ്ങൾ എന്നെ അടുത്ത് ഒട്ടിച്ചോളി. ഈ ബസ്സിൽ ആരും മനുഷ്യൻ കയറോ? എനിക്ക് വേറെ ബസ് അയച്ചേരി. ഇങ്ങോട്ട് നോക്ക് ചെറുക്ക, ഇത് മിസ്റ്റർ നവറോസിന്റെ വീടല്ലത്? ആരാ പറഞ്ഞ? ഇത് എന്റെ വീടാണ്. ഓ അങ്ങനെ. എന്നാ എന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛാ, രസമുണ്ടോ? വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, വീട്ടിലുണ്ടല്ലോ. ഇവരാണ് മിസ്റ്റർ സീറോ. ഈ പെരീന്നൊക്കെ വികൃതി കാട്ടാണ്. എനിക്ക് നല്ല സൈക്കിൾ വാങ്ങി തരുമ്പോ ഇജ് ഓട്ടോ സൈക്കിൾ എന്നാ പറയണേ. അനക്കൊക്കെ ഞാൻ നല്ല സൈക്കിൾ വാങ്ങി തന്ന ഇന്നെ പറയണം. ഇനി എന്ത് ചോദിച്ചാലും ഞാൻ ഉറപ്പാ വാങ്ങി തരില്ല. ദേഷ്യം പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ചെറിയ കുട്ടികളെ വികൃതി കാട്ടും. ഇന്നലെ ഞാൻ അങ്ങനെ പറയണ്ടില്ലേ? ഓനക്ക് ഇനി വാങ്ങിക്കൊടുക്കൂലെന്ന് പറയണ്ടില്ലേ? ചെറിയ കുട്ടികളല്ലേ. എന്താ ഇവിടെ ചായ വിടാൻ തന്നെ സ്ഥലമില്ലല്ലോ. എന്നിട്ട് പാട്ടും കൂടി ഇത് കേൾക്കാൻ കഴിയൂല ഈ വണ്ടിയില്? ചിൻഷാൻ പോവല നിർത്തി. എന്താ പോവാൻ പറ്റില്ലേ? ചിൻഷാൻ പറയണേക്ക് വണ്ടി നിർത്ത്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, വണ്ടി ഒറ്റക്ക് പോവാണ്. ചിൻഷാൻ കാല് താഴെ വെച്ചെന്റെ വണ്ടി നിർത്താൻ നോക്ക്. ഓക്കെ. കാല് നിലത്ത് കുത്താൻ വേണ്ടി സീറ്റിന്റെ മുകളിൽ കയറി നിൽക്കേ. ചിൻഷാൻ മര്യാദക്ക് നോക്കിപ്പോ. വണ്ടി മതി ചാടിക്കോ. ഈ മോയിന്റെമാരെ ബ്രേക്ക് വെക്കാൻ മറന്നു തോന്നുന്നുണ്ടമ്മ. ഹലോ സാർ, വെൽക്കം സാർ. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? സാർ ഇവിടെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഷോപ്പിൽ നല്ല അടിപൊളി ബർഗർ ഉണ്ട് തരി. ഇവിടെ വെറൈറ്റി ബർഗർ ഒക്കെ ഉണ്ടോ? ബർഗർ, ചീസ് ബർഗർ, ബോയിൽഡ് ബർഗർ, ജംബോ ബർഗർ ഉണ്ടല്ലോ. എല്ലാ ബർഗറും എന്നെ കൂടെ ഒറ്റയ്ക്ക് തിന്നാൻ കഴിയോടാ? അത് ഞാൻ ഇത് ഫുള്ള് തിന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വെറുതെ മെനു പഠിച്ചു നോക്കിയതാ. ചെല്ലി ചെറുക്കനെ കൊണ്ട് പോയാലുണ്ടല്ലോ. മര്യാദക്ക് നടക്ക് വീട്ടിൽ. നിന്റെ അച്ഛൻ വരുന്നവരെ ഇവിടെ തന്നെ നിക്ക്. ഇവിടുന്ന് മാറി നിന്നാ നിന്നെ
ഈ വാതിൽ പൂട്ടിട്ട് ഞാൻ നിക്കണ നിങ്ങൾക്ക് ഇങ്ങനെ അറിയണേ? ബെല്ലടിച്ച് തൊപ്പി പറപ്പിച്ചല്ലേ ചേട്ടാ, പറയണ കേക്കി. എന്താ ചെറുക്കിച്ച് അങ്ങനെ പറയണേ? മിസ്സസ് നൊഹാര, നിങ്ങൾക്ക് ഒരു പാർസൽ വന്നുകളെ. കഴിഞ്ഞ് വെല്ലുവിളി പോലെ മിമിക്കറൊക്കെ ചെയ്ത എന്റെ പെന്റെ ഉള്ളിൽ കയറ്റും കരുതി കേജി. ഞാൻ എന്റെ പെന്റെ ഉള്ളിൽ കയറ്റൂല ചോദിച്ചാൽ തൊപ്പി തെറിച്ചു വിചാരിച്ച് ഇയാളെ തെറിച്ചണല്ലേ? നീയല്ലേ ചെയ്തേ? ശരിയാണ് പറഞ്ഞ കസാമ. അവൻ മാത്രം ചുമ്മാ ഇത് തട്ടിയില്ലേ ഞാൻ അത് ചെയ്തിട്ടാനുണ്ടാവൂല. ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇജന്നെ എടുക്കണം ജിൻഷാൻ. എന്തിനാ മ്യൂസിക് കെട്ടാണ് ബിൽഡപ്പ് കൊടുക്കണേ? ഓ എന്താടാ ചെയ്യുന്നേ? കണ്ടിട്ട് മനസ്സിലാണല്ലോ, സ്ഥലം ക്ലീൻ ചെയ്യാം. നോക്കിക്കോ, ഇതാണ് നമ്മളെ വീട്. 3 വർഷം മുന്നേ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. ഇതിനിപ്പോൾ 20 വർഷത്തിന് ലോൺ ഉണ്ടല്ലോ. എന്ത് ചെയ്യാൻ പോണ അറിയില്ല. ജിൻഷാൻ